भूतेर्महद्भिर्य इमा पुरो विभुं निर्मायशेते यदमूषु पूरुष भुङ्क्ते गुणान् षोडश षोडशात्मका सोऽलं कृषीष्ट भगवान् वचांसि मे। ഭാഗവതത്തെ അറിയാൻ ഈ ഭാഗവതത്തിൽ അലിയാൻ, ഭാഗവതത്തെ അറിയാൻ ശ്രീമദ് ഭാഗവതത്തിൽ അലിയാൻ, ലക്ഷ്യമതും മാത്രം ഹരിയിൽ ഭക്തിയുണർത്തും സംഗീതം ഹരിനാമലഹരി സൗഭാഗ്യം. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ഗംഗാപതിയുടെ പുത്രൻ സുന്ദര ഗണനായകനോ തുണ ചെയ്യൂ. ഗംഗാപതിയുടെ പുത്രൻ സുന്ദര ഗണനായകനോ തുണ ചെയ്യൂ. വീണയിൽ സംഗീത സാഗരം തീർക്കുന്ന വാണീദേവിയും കാക്കേണേ എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. ഹരേ ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. കണ്ഠം തന്നിൽ ഗാനം നിറയാൻ കണ്ണാ നീ താൻ തുണയേകു. എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ആദ്യത്തെ ഗുരുവായൂരന്റെ അച്ഛനുപാദ നമസ്കാരം. ആദ്യത്തെ ഗുരുവായൂരനുടെ അച്ഛനുപാദ നമസ്കാരം. അമ്മിഞ്ഞപ്പാൽ മധുരം നൽകിയ അമ്മേ നീ വരമേകേണേ. എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ
അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ശ്രീഹരി തന്നുടെ കഥകൾ നിറയും ശ്രീമദ് ഭാഗവത സ്മൃതിയിൽ. ശ്രീഹരി തന്നുടെ കഥകൾ നിറയും ശ്രീമദ് ഭാഗവത സ്മൃതിയിൽ. ശ്രീകൃഷ്ണാനിൻ കീർത്തനമലരുകൾ ശ്രീപാദത്തിൽ അർച്ചിക്കാം. എന്നിൽ ഭാഗവത കഥ നിറയണേ. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ലക്ഷ്യമതൊന്നു മാത്രം ഹരിയിൽ ലഹരിയുണർത്തും സംഗീതം. ഭക്തിയുണർത്തും സാഫല്യം. ഭക്തിയുണർത്തും സൗഭാഗ്യം. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ഭാഗവതത്തിൽ അലിയാൻ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീമദ്ഭാഗവതം ദ്വാദശസ്കന്ധ അധ ദ്വിതീയോധ്യായ. ശ്രീശുക ഉവാച തതശ്ചാനുദിനം ധർമ്മ സത്യം ശൗചം ക്ഷമാദയാ കാലേന ബലിനാ രാജൻ നങ്ക്ഷ്യത്യായുർബലം സ്മൃതി വിത്തമേവ കലൗ നൃണാം ജന്മാചാരഗുണോദയാ ധർമ്മന്യായ വ്യവസ്ഥായാം കാരണം ബലമേവ ഹി ദാമ്പത്യേഭിരുചിർഹേതുർമായൈവ വ്യാവഹാരികേ സ്ത്രീത്വേ പുംസ്ത്വേ ച ഹിരതിർവിപ്രത്വേ സൂത്രമേവ ഹി ലിംഗമേവാശ്രമഘ്യാതാവന്യോന്യാപത്തികാരണം അവൃത്യാ ന്യായദൗർബല്യം പാണ്ഡിത്യേ ചാപലം വച അനാഢ്യതൈവാ സാധുത്വേ സാധുത്വേ ദംഭ ഏവ തു സ്വീകാര ഏവ ചോദ്വാഹേ സ്നാനമേവ പ്രസാധനം ദൂരേ വാര്യയനം തീർത്ഥം ലാവണ്യം കേശധാരണം ഉദരം ഭരണം സ്വാർത്ഥ സത്യത്വേ ധാർഷ്ട്യമേവ ഹി ദാക്ഷ്യം കുടുംബഭരണം യശോർത്ഥേ ധർമ്മസേവനം ഏവം പ്രജാഭിർദുഷ്ടാഭിരാകീർണേ ക്ഷിതിമണ്ഡലേ ബ്രഹ്മവിക്ഷത്രശൂദ്രാണാം യോ ബലീ ഭവിതാ നൃപ പ്രജാഹി ലുബ്ധൈ രാജന്യേർ നിർഘൃണൈർദസ്യുധർമ്മഭി ആച്ഛിന്നദാരദ്രവിണ യാസ്യന്തി ഗിരികാനനം ശാകമൂലാമിഷക്ഷൗദ്രഫലപുഷ്പാഷ്ടിഭോജന അനാവൃഷ്ട്യാ വിനങ്ക്ഷ്യന്തി ദുർഭിക്ഷകരപീഡിത ക്ഷുത്രിഭ്യാം വ്യാധിഭിശ്ചൈവ സന്തപ്സ്യന്തെ ച ചിന്തയാ 30-20 വർഷാണി പരമായു കലൗ നൃണാം ക്ഷീയമാണേഷു ദേഹേഷു ദേഹിനാം കലിദോഷത വർണ്ണാശ്രമവതാം ധർമ്മേ നഷ്ടേ വേദപഥേ നൃണാം
പാഖണ്ഡപ്രചുരേ ധർമ്മേ ദസ്യുപ്രായേഷു രാജസു ചൗര്യാനൃതവൃഥാ ഹിംസാ നാനാവൃത്തിഷു വൈനൃഷു ശൂദ്രപ്രായേഷു വർണ്ണേഷു ഛാഗപ്രായാസു ധേനുഷു ഗൃഹപ്രായേഷ്വാശ്രമേഷു യൗനപ്രായേഷു ബന്ധുഷു അണുപ്രായസ്വോഷധീഷു ശമീപ്രായേഷു സ്ഥാസ്നുഷു വിദ്യുത്പ്രായേഷു മേഘേഷു ശൂന്യപ്രായേഷു സത്മസു ഇദ്ധം കലൗ ഗതപ്രായേ ജനേതു ഖരധർമ്മിണി ധർമ്മത്രാണായ സത്വേന ഭഗവാനവതരിഷ്യതി ചരാചരഗുരോർവിഷ്ണോരീശ്വരസ്യാഖിലാത്മന ധർമ്മത്രാണായ സാധൂനാം ജന്മകർമാപനുത്തയേ ശംഭളഗ്രാമമുഖ്യസ്യ ബ്രാഹ്മണസ്യ മഹാത്മന ഭവനേ വിഷ്ണുയശസ കൽക്കി പ്രാദുർഭവിഷ്യതി അശ്വമാശുകമാരുഹ്യ ദേവദത്തം ജഗത്പതി അസിനാ സാധുദമനമഷ്ടൈശ്വര്യഗുണാന്വിത വിചരന്നാശുനാക്ഷോണ്യാം ഹയേനാ പ്രതിമദ്യുതി നൃപലിംഗച്ഛതോ ദസ്വിൻ കോടിശോ നിഹനിഷ്യതി അധ തേഷാം ഭവിഷ്യന്തി മനാംസി വിശദാനി വൈ വാസുദേവാംഗരാഗാദിപുണ്യഗന്ധാനിലസ്പൃശാം പൗരജാനപദാനാം വൈ ഹതേഷ്വഖിലദസ്യുഷു തേഷാം പ്രജാവിസർഗശ്ച സ്ഥവിഷ്ഠഃ സംഭവിഷ്യതി വാസുദേവേ ഭഗവതി സത്വമൂർത്തൗ ഹൃദി സ്ഥിതേ യദാവതീർണോ ഭഗവാൻ കൽക്കിർധർമ്മപതിർഹരി കൃതം ഭവിഷ്യതി തദാ പ്രജാസൂതിശ്ച സാത്വികി യദാ ചന്ദ്രശ്ച സൂര്യശ്ച തഥാ തിഷ്യത് ബൃഹസ്പതി ഏകരാശൗ സമേഷ്യന്തി തദാ ഭവതി സൽകൃതം യേതീതാ വർത്തമാന യേ ഭവിഷ്യന്തി ച പാർത്ഥിവാ തേത ഉദ്ദേശത പ്രോക്ത വംശീയ സോമസൂര്യയോ ആരഭ്യ ഭവതോ ജന്മ യാവന്നന്ദാഭിഷേചനം ഏതദ്വർഷസഹസ്രം തു ശതം പഞ്ചദശോത്തരം തേനൈതർഷയോ യുക്താസ്ഥിഷ്ടന്ത്യബ്ദശതം നൃണാം തേ ത്വദീയേ ദ്വിജാ കാലേ അധുനാ ചാശ്രിതാ മഖാ വിഷ്ണോർഭഗവതോ ഭാനു കൃഷ്ണാഖ്യോऽസൗ ദിവം ഗതാ തദാ വിശൽ കലിർലോകം പാപേ യദ്രമത്തെ ജന യാവൽ സപാദപത്മാഭ്യാം സ്പൃശന്നാസ്തേ രമാപതി താവത് കലിർവൈ പൃഥിവീം പരാക്രാന്തും ന ചാശകൽ യദാ ദേവർഷയഃ സപ്തമഖാസു വിചരന്തി തദാ പ്രവൃത്തസ്തു കലിർദ്വാദശാബ്ദശതാത്മകാ ഹരേ യദാ മഖാഭ്യോ യാസ്യന്തി പൂർവാഷാഢാം മഹർഷയാ തദാ നന്ദാൽ പ്രഭൃത്യേഷാ കലിർവൃദ്ധിം ഗമിഷ്യതി യസ്മിൻ കൃഷ്ണോ ദിവം യാതസ്തസ്മിന്നേവ തദാഹനി പ്രതിപന്നം കലിയുഗമിതി പ്രാഹുപുരാവിദ ദിവ്യാബ്ദാനാം സഹസ്രാന്തേ ചതുർത്ഥേ തു പുനഃകൃതം ഭവിഷ്യതി യദാ നൃണാം മന ആത്മപ്രകാശകം ഇത്യേഷ മാനവോ വംശോ യഥാ സാംഖ്യായത്തെ ഭുവി തഥാ വിക്ഷൂദ്രവിപ്രാണാം താസ്താ ജ്ഞേയാ യുഗേ യുഗേ ഏതേഷാം നാമലിംഗാനാം പുരുഷാണാം മഹാത്മനാം കഥാമാത്രാവശിഷ്ടാനാം കീർത്തിരേവ സ്ഥിതാ ഭുവി ദേവാപി ശന്തനോർഭ്രാത
മരുശ്ചേക്ഷ്വാകുവംശജ കലാപഗ്രാമ ആസാതേ മഹായോഗബലാന്വിതൗ താവിഹൈത്യ കലേരന്തേ വാസുദേവാനുശിക്ഷിതൗ വർണ്ണാശ്രമയുതം ധർമ്മം പൂർവവൽ പ്രഥയിഷ്യത കൃതം ത്രേതാ ദ്വാപരം ച കലിശ്ചേതി ചതുർയുഗം അനേന ക്രമയോഗേന ഭുവി പ്രാണിഷു വർത്തത്തെ രാജന്നേതേ മയാ പ്രോക്ത നരദേവാസ്തഥാ പരേ ഭൂമൗ മമത്വം കൃത്വാന്തേ ഹിത്വേ മാം നിധനം ഗതാ കൃമി വിഡ്ഭസ്മസംജ്ഞാന്തേ രാജനാംനോപി യസ്യ ച ഭൂതധൃക് തൽകൃതേ സ്വാർത്ഥം കിം വേദ നിരയോ യതാ കഥം സേയമഖണ്ഡാ ഭൂ പൂർവൈർമേ പുരുഷൈർധൃതാ മൽപുത്രസ്യ ച പൗത്രസ്യ മത്പൂർവാ വംശജസ്യ വാ തേജോവന്നമയം കായം ഗൃഹീത്വാത്മതയാ ബുധാം മഹീം മമതയാ ചോഭൗ ഹിത്വാന്തേ ദർശനം ഗതാ യേ യേ ഭൂപതയോ രാജൻ ഭുഞ്ജന്തി ഭുവമോജസാ കാലേന തേ കൃതാ സർവേ കഥാമാത്രാ കഥാസു ച ശ്രീഹരയേ നമഃ. ഇതി ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ ദ്വാദശസ്കന്ധേ ആശ്രയനിരൂപണേ കലിദോഷാദിനിരൂപണം നാമ ദ്വിതീയോധ്യായ. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഒരു നേരമെങ്കിലും കാണാതെ വയ്യൻ്റെ ഗുരുവായൂരപ്പ നിൻ ദിവ്യരൂപം. ഒരു മാത്രയെങ്കിലും കേൾക്കാതെ വയ്യ നിൻ മുരളി പൊഴിക്കുന്ന ഗാനാലാപം. മുരളി പൊഴിക്കുന്ന ഗാനാലാപം. ഗുരുവായൂരപ്പ ഭക്തന്മാരുടെ സംഗീതപ്രേമികളുടെ ഹൃദയത്തിൽ തേന്തുള്ളിയായി പെയ്തിറങ്ങിയ ഗന്ധർവ സംഗീതം. ഭഗവത് ഭക്തനായ ചൊവ്വല്ലൂർ കൃഷ്ണൻകുട്ടിയുടെ ഭക്തിനിർഭരമായ വരികൾ, അതിന് ഏറ്റവും യോജിച്ച സംഗീതം പകർന്നു നൽകിയ TS രാധാകൃഷ്ണജി എന്ന പ്രിയപ്പെട്ട രാധാകൃഷ്ണേട്ടൻ ഇക്കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ അടുത്ത് മരത്തോമ്പള്ളി ശ്രീ ഭരത ക്ഷേത്രത്തിൽ ഭക്തിഗാന തരംഗിണി അവതരിപ്പിക്കാൻ രാധാകൃഷ്ണേട്ടൻ എത്തി. അദ്ദേഹത്തോടൊപ്പം കുറച്ചു സമയം ചിലവഴിക്കാനും അദ്ദേഹത്തിൻ്റെ നാദധാര ആസ്വദിക്കാനും ഉള്ള ഭാഗ്യം സിദ്ധിച്ചു. ഓർമ്മകൾ ഏകദേശം 3 പതിറ്റാണ്ടോളം പുറകിലേക്ക് സഞ്ചരിച്ചപ്പോൾ കണ്ണമ്പുഴ ഭഗവതി ക്ഷേത്രത്തിലെ താലപ്പൊലിയോടനുബന്ധിച്ച് രാധാകൃഷ്ണേട്ടൻ അവതരിപ്പിച്ച മറ്റൊരു സംഗീതരംഗം ഓർമ്മ വന്നു. അന്നാണ് ഒരുപക്ഷെ ആദ്യമായി ഈയുള്ളവൻ്റെ വരികൾ ഒരു സംഗീതമായി മാറിയത്, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള വരികൾ എഴുതാം എന്ന് എനിക്ക് പ്രചോദനമായത്, എനിക്ക് ശക്തിയായത് അന്ന് രാധാകൃഷ്ണേട്ടൻ പാടിയ വരികളാണ്. കണ്ണമ്പുഴേശ്വരി കാരുണ്യവാരിധേ കാൽത്തളീരിണ ഞാൻ കൈതൊഴുന്നേൻ.
എന്ന വരികൾ അദ്ദേഹം പാടിയതോടുകൂടി എനിക്കും എഴുതാം എന്ന ഒരു ധൈര്യം, ഭഗവാന്റെ ഒരു കാരുണ്യം ഉള്ളിൽ നിറഞ്ഞു. ഇന്നലെ രാധാകൃഷ്ണേട്ടൻ പാട്ടുപാടിക്കൊണ്ടിരിക്കുമ്പോൾ മനസ്സിൽ ഉതിർന്നു വീണ ആ ഭരതസ്വാമിയെക്കുറിച്ചുള്ള ചില വരികളാണ് ഇന്ന് പാടി സമർപ്പിക്കുന്നത്. ശ്രീരാമസോദരം ദേവം ശ്രീവാൽമീകി പ്രകീർത്തിതം കൈകേയീസുത ദേവേശം കാരുണ്യാർണവമാശ്രയേ. ഭരതനാണെന്നുടെ ഭാഗ്യം, ഭാരതമാണെന്റെ രാജ്യം. ഭരതനാണെന്നുടെ ഭാഗ്യം, ഭാരതമാണെന്റെ രാജ്യം. ഭക്തിയാണെന്നുടെ ലക്ഷ്യം, ഭാസുരമാക്കണി ജന്മം. നിത്യം ഭരതനാമെന്നുടെ ദേവാ, ഭരതനാണെന്നുടെ ഭാഗ്യം, ഭാരതമാണെന്റെ രാജ്യം. ചാലക്കുടിപ്പുഴ തന്നിൽ ചാരുതയേറുമോളങ്ങൾ. ചാലക്കുടിപ്പുഴ തന്നിൽ ചാരുതയേറുമോളങ്ങൾ. ചാലവെ ചൊല്ലുന്നു നാമം, ചാലവെ ചൊല്ലുന്നു നാമം. ചാരുതയേറുമ ഗീതം, നിൻ ചരിതങ്ങൾ പാടുമ ത്യാഗം. ഭരതനാണെന്നുടെ ഭാഗ്യം, ഭാരതമാണെന്റെ രാജ്യം. ഭക്തിയാണെന്നുമെൻ ലക്ഷ്യം, ഭാസുരമാക്കണേ ജന്മം. നിത്യം ഭരതനാമെന്നുടെ ദേവാ. ശ്രീമരത്തോമ്പിള്ളി വാഴും ശ്രീരാമസോദരാ ദേവാ. ശ്രീമരത്തോമ്പിള്ളി വാഴും ശ്രീരാമസോദരാ ദേവാ. ശ്രീഹരി തന്നുടെ നാമം ശ്രീയോടെ പാടാൻ തുണയ്ക്കൂ. ശ്രീഭരതനാമെന്നുടെ ദേവാ, ഭരതനാണെന്നുമെൻ ഭാഗ്യം, ഭാരതമാണെന്റെ രാജ്യം. ഭരതനാണെന്നുടെ ദൈവം, ഭാരതമാണെന്റെ രാജ്യം. ഭക്തിയാണെന്നുമെൻ ലക്ഷ്യം, ഭക്തിയാണെന്നുമെൻ ലക്ഷ്യം. ആസുരമാക്കണേ ജന്മം. നിത്യം ഭരതനാമെന്നുടെ ദേവാ. ശ്രീ
മരത്തോമ്പിള്ളി വാഴും ശ്രീ ഭരതനാമെന്നുടെ ദേവാ. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. പൊന്നുഗുരുവായൂരപ്പൻ്റെ കൃപാകടാക്ഷങ്ങളെ കൊണ്ട് ശ്രീമദ് ഭാഗവതം അറിയാനലിയാൻ എന്ന അക്ഷരപൂജ ഇന്ന് 904 ദിവസത്തിലേക്ക് എത്തുമ്പോൾ ശ്രീമദ് ഭാഗവതം 12 സ്കന്ധത്തിലെ 2 അധ്യായം നമ്മൾ പാരായണം ചെയ്ത് സമർപ്പിച്ചു. അതിനുശേഷം ഭരതസ്വാമിയുടെ ഒരു കീർത്തനം ചൊല്ലി സമർപ്പിച്ചു. ഇനി പ്രഭാഷണ രൂപത്തിൽ ആദ്യത്തെ ചില ശ്ലോകങ്ങളെ അനുസ്മരിച്ചും കൊണ്ട് നമുക്കിന്ന് ഈ ഭാഗവതം അറിയാനലിയാൻ എന്ന അക്ഷരപൂജ ഭഗവത്പാദങ്ങളിൽ സമർപ്പിക്കാം. 2 അധ്യായത്തിൽ കലിയുഗത്തിൽ കലിക്ക് ഉണ്ടാകുന്ന അഭിവൃദ്ധി, ധർമ്മത്തിനുണ്ടാകുന്ന ക്ഷയം, അധർമ്മത്തിനുണ്ടാകുന്ന അഭിവൃദ്ധി, അവസാനത്തിൽ ഭഗവാന്റെ കൽക്കി എന്നുള്ള അവതാരം, വീണ്ടും കൃതയുഗം ആരംഭിക്കും. ഇവിടെ പറഞ്ഞു ശ്രീ ശിവബ്രഹ്മർഷി തതശ്ച അനുദിനം ധർമ്മ സത്യം ശൗചം ക്ഷമ ദയ കാലേന ബലിനാരാജൻ നങ്ഷ്യത്യായുർബലം സ്മൃതി. അനുദിനം ദിവസം തോറും ബലിനാ കാലേന ബലവാനായ കാലം കാരണം കലി കാരണം സ്മൃതി കർത്തവ്യം ഇന്നതാണ് അകർത്തവ്യം ഇന്നതാണ് എന്ന് ഉള്ള വിചാരം അത് നശിക്കും. ധർമ്മം സത്യം ശൗചം ദയ ക്ഷമ തുടങ്ങിയവയൊക്കെ തന്നെ നശിക്കും. ഗുണങ്ങൾ കുറഞ്ഞു കുറഞ്ഞു വരും എന്നാണ്. അപ്പൊ ഇവിടെ കൃതയുഗം കലിയുഗം കഴിഞ്ഞാൽ വീണ്ടും കൃതയുഗം ആരംഭിക്കും. അങ്ങനെയുള്ള 71 ചതുർയുഗങ്ങളാണ് ഒരു മന്വന്തര കാലം എന്ന് പറയാം. ഒരു മന്വന്തര കാലം 1000 ചതുർയുഗങ്ങളാണ്. അപ്പം അതിൽ 71 ചതുർയുഗമാണ് ഒന്നിൽ എന്ന് പറഞ്ഞാൽ നമുക്കവിടെ കാണാൻ സാധിക്കണു 14 മന്വന്തരങ്ങൾ എന്നുള്ളത്. അപ്പം ഇവിടെ ആർക്കും തടുക്കാൻ കഴിയാത്തതാണ് കാലം, അല്ലേ? കാലത്തിനെ നമുക്ക് ആർക്കും പിടിച്ചു നിർത്താൻ സാധിക്കില്ല. വേണമെങ്കിൽ ഘടികാരത്തിലെ സൂചി പിടിച്ചു നിർത്താൻ സാധിക്കും, പക്ഷെ കാലം അത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. സമയത്തെ പിടിച്ചു നിർത്താൻ നമുക്ക് സാധിക്കില്ല. അപ്പം ഇവിടെ പറയുകയാണ് ദിവസം തോറും ധർമ്മം സത്യം ശുദ്ധി ക്ഷമ ദയ ആയുസ് സ്മൃതി എന്ന് പറഞ്ഞാൽ കാര്യാകാര വിചാരശക്തി അതൊക്കെ നശിച്ചും കൊണ്ടേയിരിക്കും, അല്ലെങ്കിൽ ഗുണങ്ങൾ കുറഞ്ഞു 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 വരും. കലിയുഗത്തിലെ പ്രത്യേകത എന്താ? വിത്തമേവ കലൗ നൃണാം ജന്മാചാര ഗുണോദയ ധർമ്മന്യായ വ്യവസ്ഥായാം കാരണം ബലമേവ ഹി. കലൗ കലിയിൽ നൃണാം മനുഷ്യരുടെ ജന്മാചാര ഗുണോദയ ജന്മം ആചാരം ഗുണം ഇവയുടെ ഉദയത്തോടു കൂടിയത്. അത് വിത്തം ഏവ ധനം തന്നെ. ധർമ്മന്യായ വ്യവസ്ഥായാം ധർമ്മത്തിൻ്റെയും ന്യായത്തിൻ്റെയും വ്യവസ്ഥയിൽ കാരണം ഹേതു അതിന് കാരണമായിരിക്കുന്നത് ബലം ഏവ ബലം മാത്രമായിരിക്കും എന്നാണ്. കലിയുഗത്തിൽ ജന്മം കൊണ്ടോ സദാചാരം കൊണ്ടോ നിശ്ചയിക്കേണ്ടുന്ന ആ ഗുണം, ലോകത്തിന് ഉത്കർഷത്തിന് കാരണമാകുന്ന ഗുണം കേവലം ധനത്തെ ആശ്രയിച്ചിരിക്കും. പണമുള്ളവൻ, ധനമധികമുള്ളവൻ, അയാൾ ജന്മനാ നികൃഷ്ടനാണ്, കർമ്മം കൊണ്ട് നികൃഷ്ടനാണ്. സദാചാരം അയാളുടെ അടുത്തുകൂടെ പോയിട്ടില്ല. എങ്കിലും അയാൾ ഉത്കൃഷ്ടനായിട്ട് തീരും. അയാൾ പറയുന്നത് കേൾക്കാൻ ആളുകളുണ്ടാവും, അയാളുടെ പക്ഷത്ത് ആളുകൾ കൂടും. കാരണം എന്താ? കലിയുഗത്തിൽ ധനത്തിനു വലിയ പ്രാധാന്യം ഉണ്ടാവും. ധനമില്ലാത്തവൻ അയാൾ ശ്രേഷ്ഠമായ കുലത്തിൽ ജനിച്ചു, സദാചാരത്തെ അനുഷ്ഠിച്ചു, വേണ്ട പോലെ ജീവിച്ചു,
പക്ഷേ ധനമില്ല അയാൾക്കെങ്കിൽ, അയാൾ ദരിദ്രനാണെങ്കിൽ അയാളെ ആരും അംഗീകരിക്കില്ല എന്ന് പറയുന്നു. അപ്പം ധർമ്മത്തിൻ്റെയും ന്യായത്തിൻ്റെയും ആ തീരുമാനം, അല്ലെങ്കിൽ ഇന്നതാണ് ധർമ്മം ഇന്നതാണ് ന്യായം എന്ന് പറയുന്നത് ധനത്തെ ആസ്പദമാക്കിയും ബലത്തെ ആസ്പദമാക്കിയാവും. ധർമ്മവും ന്യായവും ഇല്ലെങ്കിലും ബലവാന്റെ പക്ഷത്തിൽ ആളുകൾ ഒത്തുചേരും. ഇപ്പൊ ധർമ്മവും ന്യായവും പൂർണ്ണമായിട്ടുണ്ടെങ്കിലും ദുർബലനാണെങ്കിൽ, അല്ലെങ്കിൽ അയാളുടെ പിന്നിൽ ആളുകളില്ലെങ്കിൽ അത് അംഗീകരിക്കപ്പെടില്ല. നമ്മൾ ജനാധിപത്യം വളരെ വിശേഷമായിട്ടുള്ള ഒരു രീതിയാണ്. പക്ഷേ ജനാധിപത്യത്തിലുള്ള ഏറ്റവും വലിയ പോരായ്മ എന്ന് പറയുന്നത് ഇതാണ്: അധികം ആളുകൾ അധർമ്മത്തെ കൂട്ടുപിടിച്ചാൽ ആ അധർമ്മത്തിന് വിജയം ഉണ്ടാവും. അവർ പറയുന്നതാണ് ശരി എന്നത് ഈ ലോകത്ത് അതങ്ങനെ വരും. അപ്പം അതുകൊണ്ട് ഇവിടെ കലിയുഗത്തില് ധനത്തിനും ബലത്തിനും പ്രാധാന്യം വർദ്ധിക്കും എന്ന് പറയുന്നു. പിന്നെ അടുത്തതായിട്ട് വിവാഹത്തെക്കുറിച്ച് പറഞ്ഞു. ദാമ്പത്യേ അഭിരുചിർഹേതുർമായൈവ വ്യാവഹാരികേ സ്ത്രീത്വേ പുംസ്ത്വേ ചഹി രതിർവിപ്രത്വേ സൂത്രമേവ ഹി. ദാമ്പത്യേ, ആ ദാമ്പത്യത്തില് അഭിരുചി ഹേതു, താല്പര്യം മാത്രം, അങ്ങോട്ടും ഇങ്ങോട്ടുള്ള താല്പര്യം മാത്രമായിരിക്കും അവരുടെ ആ പ്രേമത്തിന് അല്ലെങ്കിൽ അനുരാഗത്തിന് കാരണം. വ്യാവഹാരികേ, വ്യവഹാര വിഷയത്തിൽ കൊടുത്ത് വാങ്ങുക, അല്ലെ? വ്യവഹാര വിഷയം അതാണ്. ഏവ ഹേതു, അതിന് കാരണം എന്തായിരിക്കും? വഞ്ചനം തന്നെയാണ്. മായ ഏവ ഹേതു, വഞ്ചനയായിരിക്കും. സ്ത്രീത്വേ പുംസ്തേച്ച, സ്ത്രീത്വത്തിലും പുരുഷത്വത്തിലും രതി ഹേതു, രതി സാമർഥ്യമാവും അയാളുടെ കേമത്വം അല്ലെങ്കിൽ അവരുടെ കേമത്വം. വിപ്രത്വേ, ബ്രാഹ്മണൻ എന്നുള്ള ചിന്തയിലോ സൂത്രം ഏവ ഹേതു, പൂണൂൽ മാത്രമായിരിക്കും ഹേതു. ഭാര്യാഭർത്തക്കന്മാരായി തീരുക എന്നുള്ളത് അന്യോന്യമായിട്ടുള്ള ഇഷ്ടം കൊണ്ടാണ്. പക്ഷേ അത് ആ ഇഷ്ടം മാത്രം നോക്കിയിട്ടാണ്. വംശമഹിമയോ മാതാപിതാക്കളുടെ സമ്മതോ അതൊന്നും ഗണിക്കുകയില്ല, അതൊന്നും ശ്രദ്ധിക്കില്ല. എനിക്കിഷ്ടമായി, ഞാൻ വിവാഹം കഴിക്കണു, അത്രയേ ഉള്ളൂ. ഈ ഒരു രീതി നമ്മൾ ഇപ്പോൾ കൂടുതൽ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. ഇതൊക്കെ കലിയുഗത്തിൻ്റെ തുടക്കേ ആയിട്ടുള്ളൂ, അല്ലെ? 1200 ദിവ്യ സംവത്സരങ്ങളാണ്. അതിൽ 5000 മനുഷ്യവർഷങ്ങൾ മാത്രമാണ് കഴിഞ്ഞിട്ടുള്ളത്. പിന്നെ പറഞ്ഞു, അതേപോലെ തന്നെ ക്രയവിക്രയങ്ങൾ നമ്മൾ കൊടുക്കുകയും വാങ്ങുകയൊക്കെ ചെയ്യുമ്പോൾ അതിൽ ഒരുപാട് കാപട്യങ്ങളും വഞ്ചനകളും ഉണ്ടാവും. വഞ്ചിക്കുന്നവൻ പെട്ടെന്ന് ധനവാനാവുന്നത് കാണാം. അയാൾ കേമനാണ് എന്ന് ആളുകൾ പിന്നീട് പറയും. സത്യമായി വ്യാപാരം നടത്തുക, അത് ഒരിക്കലും സാധിക്കാതെ വരും. അത് ശ്രേഷ്ഠത കുറവുള്ളതായിട്ട് വരും. സ്ത്രീ പുരുഷന്മാരുടെ കേമത്വത്തെ വർണ്ണിക്കുന്നതോ അല്ലെങ്കിൽ അതിനെ ചിന്തിക്കുന്നത് അവരുടെ ആ രതി സാമർഥ്യത്തെ അനുസരിച്ചായിരിക്കും. അവരുടെ കുലവിശുദ്ധിയോ അതല്ലെങ്കിൽ സദാചാരമോ ഇതൊന്നും അതിന് കാരണമാവുന്നില്ല. അതിനെയൊന്നും ശ്രദ്ധിക്കുക പോലും ഇല്ല. അടുത്തതായി പറഞ്ഞു ബ്രാഹ്മണൻ. ഒരാൾ ബ്രാഹ്മണനാണ് എന്നുള്ളത് അയാളുടെ കർമ്മം കൊണ്ടൊന്നും ആരും മനസ്സിലാക്കില്ല. മറിച്ച് എങ്ങനെയാ മനസ്സിലാക്കുക? അയാൾ പൂണൂല് ധരിച്ചിട്ടുണ്ടെങ്കിൽ അയാൾ ബ്രാഹ്മണനാണ് എന്ന് തീർച്ചപ്പെടുത്തും. ശുദ്ധി, അതേപോലെ ആ സന്തോഷം, യദൃച്ഛാലാഭ സംതൃപ്തി, കിട്ടുന്നത് കൊണ്ട് സന്തോഷിക്കുക, ഇതൊക്കെ ബ്രാഹ്മണന്റെ ഗുണമാണ്. പക്ഷേ ഈ ഗുണങ്ങൾ, ഈ സൂക്ഷ്മാംശങ്ങളെ ഒന്നും അവിടെ കാരണമായിട്ട് ഗണിക്കുകയില്ല എന്നും അവിടെ സൂചിപ്പിക്കുന്നു. ആ 3 ശ്ലോകങ്ങളോടുകൂടി നമ്മൾ ഇന്ന് ഭഗവത്പാദങ്ങളെ സമർപ്പിക്കുകയാണ്. 4-ാമത്തെ ശ്ലോകം മുതൽ നമുക്ക് നാളെ ആരംഭിക്കാം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ. ആരതിയൊഴിയുന്നു ഞങ്ങൾ ഹരിപാദേ രതിയുണ്ടാകാൻ ആരതിയൊഴിയുന്നു
ഞങ്ങൾ ആരതിയുണ്ടാവാ ആഹരിപാദേ രതിയുണ്ടാകാൻ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരാധിക്കുന്നു. ശ്രീമദ്ഭാഗവതം പുണ്യം പാവനമാം ഗ്രന്ഥം ശ്രീശുകമാമുനി പാടിയ ഗീതം നൽകുന്നു മുക്തി സതതം നൽകിയിടും ഭക്തി. പാപികളെന്നാലും നിത്യം രക്ഷിക്കും ഗ്രന്ഥം പരമാനന്ദ സുധാരസമയമി ഹരിലീലാസാരം നിത്യം വേദത്തിൻ സാരം. വൈരാഗ്യം ജ്ഞാനം ഭക്തി എന്നിവ നൽകിയിടും വൈകല്യങ്ങൾ തീർത്തിടുന്നൊരു സുന്ദരമാം ഗീതം നിത്യം നൽകും കൈവല്യം. കലിമലമഥനി പാപവിനാശിനി സതതം സേവയ ചെയ്യുന്നോർക്കോ സുഖകാരിണി ഗ്രന്ഥം നിത്യം നൽകും സായുജ്യം. ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാൻ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാൻ ആഹരിപാദേ രതിയുണ്ടാകാൻ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരാധിക്കുന്നു ഞങ്ങൾ ആരതിയൊഴിയുന്നു കണ്ണ ആരാധിക്കുന്നു. രാധാരമണ മുകുന്ദ മുരാരേ ശരണം മേ തവ ചരണയുഗം പവനപുരേശ രാധാ കൃഷ്ണ ശരണം മേ തവ ചരണയുഗം. മീനായി മണ്ണിൽ പിറന്നൊരു ദേവ ശരണം മേ തവ ചരണയുഗം. കച്ഛപരൂപമെടുത്തൊരു ദേവ ശരണം മേ തവ ചരണയുഗം. സൂകരഭാവമണിഞ്ഞൊരു ദേവ ശരണം മേ തവ ചരണയുഗം. നരഹരി രൂപമെടുത്തൊരു നാഥ ശരണം മേ തവ ചരണയുഗം. വാമനനായി വിളങ്ങിയ ദേവ ശരണം മേ തവ ചരണയുഗം. ഭാർഗവരാമനതായൊരു ദേവ ശരണം മേ തവ ചരണയുഗം. ദശരഥനന്ദനായൊരു ദേവ ശരണം മേ തവ ചരണയുഗം. ബലമേറുന്നൊരു രാമനാഥ ശരണം മേ തവ ചരണയുഗം. ദേവകി നന്ദന വസുദേവാത്മജ ശരണം മേ തവ ചരണയുഗം. യശോദതനയാ സുന്ദര രൂപ ശരണം മേ തവ ചരണയുഗം. ദ്വാരകവാസാരുക്മിണികാന്ത ശരണം മേ തവ ചരണയുഗം. കലികാലത്തിൽ കൽക്കിയും നീയേ ശരണം മേ തവ ചരണയുഗം. രാധാരമണ മുകുന്ദ മുരാരേ ശരണം മേ തവ ചരണയുഗം. പവനപുരേശ രാധാ കൃഷ്ണ ശരണം മേ തവ ചരണയുഗം. ചോറ്റാനിക്കര വാഴും ദേവി ശരണം മേ തവ ചരണയുഗം. സാംബ സദാശിവ ശംഭോ ശങ്കര ശരണം മേ തവ ചരണയുഗം. ഹരിഹരപുത്ര ആശ്രിതമിത്ര ശരണം മേ തവ ചരണയുഗം. സദ്ഗുരുനാഥ ഗുണപരിപൂർണ ശരണം മേ തവ ചരണയുഗം. മൂഷിക വാഹന മോദകഹസ്ത
ശരണം മേ തവ ചരണയുഗം ഭക്തജനപ്രിയ ഭാഗവത പ്രിയ ശരണം മേ തവ ചരണയുഗം രാധാരമണ മുകുന്ദ മുരാരേ ശരണം മേ തവ ചരണയുഗം ഗുരുപവനപുരേശ രാധാകൃഷ്ണ ശരണം മേ തവ ചരണയുഗം. യദക്ഷരപദഭ്രഷ്ടം മാത്രാഹീനം തു യദ്ഭവേൽ തത്സർവം ക്ഷമ്യതാം ദേവ നാരായണ നമോസ്തുതേ. വിസർഗബിന്ദുമാത്രാണി പദപാദാക്ഷരാണി ച ന്യൂനാനി ചാതിരിക്താനി ക്ഷമസ്വ പുരുഷോത്തമ. മന്ത്രഹീനം ക്രിയാഹീനം ഭക്തിഹീനം ജനാർദ്ദന യൽപൂജിതം മയാ ദേവ പരിപൂർണം തദസ്തു തേ. കായേന വാചാ മനസേന്ദ്രിയേർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സ്വസ്തി പ്രജാഭ്യ പരിപാലയന്താം ന്യായേന മാർഗേണ മഹീം മഹീഷ. ഗോബ്രാഹ്മണേഭ്യ ശുഭമസ്തു നിത്യം. ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. ലോകാഃ സമസ്താഃ സുജനാ ഭവന്തു. ലോകാഃ സമസ്താഃ ത്വൽഭക്തിരതാ ഭവന്തു. സർവേ ഭവന്തു സുഖിനഃ സർവേ സന്തു നിരാമയാം. സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിൽ ദുഃഖഭാഗ് ഭവേൽ. അസതോ മാ സദ്ഗമയ തമസോ മാ ജ്യോതിർഗമയ മൃത്യോർമാ അമൃതം ഗമയ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം.